അനന്തരാവകാശ സ്വത്തുക്കൾ, വാപ്പയുടെ ഉമ്മയുടെ അനന്തരാവകാശ സ്വത്തുക്കൾ കൈയടക്കി വെച്ചവരുണ്ട്. ഒരു കാര്യം നിങ്ങളെ ഖുർആനിനെ മുൻനിർത്തിയിട്ട് ഞാൻ പറയട്ടെ, കുടുംബത്തിന്റെ അനന്തരാവകാശ സ്വത്ത് അർഹതയുള്ളവർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച് അനുഭവിച്ചാൽ അവനെ ദുനിയാവിൽ തന്നെ അത് അനുഭവിച്ചേ തിരിച്ചു പോകൂ. കാരണം എന്തെന്നറിയോ? ആ തീരുമാനം, ആ കണക്ക് പറഞ്ഞത് അല്ലാഹുവാണ്. ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, തിൽക ഹുദൂദുല്ലാഹ്, തിൽക ഹുദൂദുല്ലാഹ്. ഇത് അല്ലാഹുവിന്റെ ഹുദൂദാണ്, ഇത് അല്ലാഹു പരിധി പറഞ്ഞതാണ്, ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. ഒരായത്തിൽ തന്നെ അനന്തരാവകാശം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നുണ്ട്, അനന്തരാവകാശം കൃത്യമായി അനന്തരാവകാശികൾക്ക് കൊടുക്കണം. പെങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, ആങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. വാപ്പ മരിച്ചിട്ട് അനാഥരായവരെ നിങ്ങൾ പിടിച്ചടക്കി വെക്കരുത്. അങ്ങനെ വെച്ചാൽ ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾ അത് അനുഭവിച്ചേ പോകൂ. കാരണം തിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ നിയമം.